പിങ്കു വേലി പൂരം താലപ്പൊലി എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴാണ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളറിയണ കുറച്ച് പേരൊക്കെ ചോദിച്ചു അപ്പൊ എന്താ ഇത്തവണ ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞേന്ന്. കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇട്ടതാണല്ലോ. ലോങ് വീഡിയോ ഇടാൻ പോതില്ലായിട്ടല്ലാന്ന് എന്റെ സൗണ്ട് പറ്റ പോയിരുന്നു. ഉള്ള സൗണ്ടും വെച്ചിട്ട് ഞാനൊരു കുഞ്ഞി മിനി വ്ലോഗഡ് അപ്ലോഡ് ചെയ്തു. സൗണ്ടൊക്കെ നല്ല രീതിക്ക് റെഡി ആയത് ഇപ്പോഴാ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തുക കേട്ടോ. നമ്മളിവിടെ വേലയും പൂരം ഒക്കെ ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉച്ചാറിൽ അടക്കണേന്റെ മുന്നേ ആയിട്ട് നമ്മള് 4 പുറം ഇതുപോലെ അടിച്ചൊരി കൂട്ടി കത്തിക്കും. പിന്നെ നമ്മുടെ ഉള്ളൊക്കെ നല്ലോണം വീടിന്റെ ഉള്ളൊക്കെ നല്ലോണം മേനയാക്കി വൃത്തിയാക്കി വെക്കും. അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിക്കും കേട്ടോ. പിന്നെ പൂരം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എന്ന് വെച്ചാല് നമ്മുടെ വേലയുടെ ഒക്കെ മുന്നേ എടുത്ത ഒരു ദിവസത്തെ വിശേഷങ്ങളിലും അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ താല്പിൽ കഴിയുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാനിതാ ഈ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെച്ചുണ്ടാക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ടൗണിൽ പോകണം. അപ്പൊ ഞങ്ങള് വേലയൊക്കെ പ്രമാണിച്ച് ചെറിയൊരു പർച്ചേസിങ്ങിനാണ് മാവേലിയിലൊക്കെ ഒന്ന് പോകണം. എന്റെ റേഷൻ കാർഡും ATM എടുത്തു. ഞാനും അതും കൂടിയാണല്ലോ പോണേ. അപ്പൊ പഞ്ചസാരയൊക്കെ നമുക്ക് അധികം മേടിക്കാലോ എന്ന് ഓർത്തിട്ടോ. സെമി പായസാണോ പരിപ്പ് പായസാണോ ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു സംശയമായിരുന്നു തലനാളിക്ക്. പിന്നെ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുക. ഇന്ത്യയിൽ പായസം വെക്കണ വലിയ ചെമ്പും പിന്നെ കുഞ്ഞ ചെമ്പുള്ള ഇടത്തരം ചെമ്പില്ല. അപ്പൊ അങ്ങനെ ഒരു ചെമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത്തവണത്തെ വേലയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടില് വേലയൊക്കെ ഉണ്ടാവുമ്പോ എന്റെ കൂട്ടവും കുടുംബമൊന്നും അങ്ങനെ ഒരുപാട് പേര് വരലില്ല കേട്ടോ. എന്റെ ചെറിയ ആങ്ങളെ മാത്രമേ വരലുള്ളൂ. ചിലപ്പോ അച്ഛൻ അമ്മയും അനിയത്തി അങ്ങനെയൊക്കെ എല്ലാരും കൂടി അങ്ങനെ കൂടലുണ്ടായിരുന്നില്ലേ. അല്ല ഓലെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരെ വേണം ക്ഷണിക്കില്ല. അതുകൊണ്ടാണ് ആരും വരാത്ത കേട്ടോ. തവണ ഞാൻ എല്ലാരെയും നല്ല രീതിയിൽ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലി മൊത്തം നമ്മളവിടെ വരികയും ചെയ്തു. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മള് മോട്ടോർ കൂത്തിന്റെ അന്ന് എടുത്ത ഭാഗങ്ങളാട്ടോ. മോട്ടോർ കൂത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ പോണം തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അച്ചൂസിന്റെ ചെരുപ്പ് പൊട്ടിയിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ടൗണിക്ക് കയറിയാണ്. ഞാൻ ഇല്ല മോട്ടോർ കൂത്തിനെന്ന് പറഞ്ഞിരുന്നു. ഏട്ടൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് തെറ്റിയിരുന്നു അത് കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാന് നമ്മള് മകരച്ചോട നിട്ട ഡ്രസ്സില്ലേ എന്നെയാണ് ഇട്ടണത്. മോട്ടോർ കൂത്തിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയുടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു. 2 മകരച്ചോവയ്ക്കും മോട്ടോർ കൂത്തിനും ഒരേ ഡ്രസ്സ്. എന്താ ചെയ്യല്ലേ. അങ്ങനെ അപ്രതീക്ഷിതമായി ഞാന് മോട്ടോർ കൂത്തിൽ പങ്കെടുത്തു. അപ്പൊ ആ ഭാഗമൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ അടുത്ത് തെറ്റിയതൊക്കെ ആണെങ്കിലും കൂടെ ഏട്ടൻ പറഞ്ഞു നാളെ വേലയ്ക്ക് നമ്മള് എന്താ പറയാ ബിരിയാണി ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ശരി ഒരു കടയിൽ നിന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരത്തുനിന്ന് അത്ഭുത ബിരിയാണി മേടിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തെറ്റൊക്കെ അങ്ങോട്ട് മറന്ന് അങ്ങോട്ട് മുണ്ടിട്ടോ. എന്നിട്ട് ഞങ്ങൾ പോയി ബിരിയാണി ഒക്കെ കഴിച്ചു. പിന്നെ നമ്മള് മോട്ടോർ കൂത്ത് കുറച്ചു നേരം കൂടെ ഇങ്ങനെ പുറത്തു നിന്ന് കണ്ടു. പിന്നെ വേഗം വീട്ടിലേക്ക് പോയി. വൈകുന്നേരം ചെന്നിട്ട് കുറെ അടുക്കാനും പെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം വേലത്തിരക്കാണേ. നമ്മളവിടേക്ക് വിരുന്നാരൊക്കെ വരാൻ നിൽക്കല്ലേ. അപ്പൊ നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടാ. ആദ്യം പിന്നെ ഉച്ചരിഞ്ഞപ്പോഴേ കൂട്ടുകാരുടെ ഒപ്പം ടൗണിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആവും വീട്ടിലേക്ക് എത്താന്. നല്ല രസമായിരുന്നു കേട്ടോ മോട്ടോർ കൂത്ത് കാണാം. ഉണ്ണികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. നമുക്ക് വേണേ പോയി ബൊമ്മകളുടെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മള് പക്ഷെ അതിനൊന്നും പോയില്ല. അച്ചൂസിന് ഞാൻ പോണം എന്നാലേ ഓൻ പോരൂ. അല്ലെങ്കിൽ ഒന്നും വേണ്ടാറ് മടിച്ചേക്കും. തവണ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് മോട്ടോർ കൂത്ത് ആഘോഷിച്ച് നമ്മുടെ വീട്ടിലെത്തി. പിന്നെ ഊണൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ പിങ്കൂസുമായിട്ട് അച്ഛ റോട്ടിൽ കൂടെ ഒക്കെ നടക്കുകയാണ്. കാര്യമൊക്കെ ഒന്ന് സാധിപ്പിക്കാൻ വേണ്ടിട്ട് കേട്ടോ. പിങ്കൂസിനെ നേരാവണ്ണം സൂം ചെയ്ത് കാട്ടാൻ പറ്റൂല. അത്രയ്ക്കും തൊപ്പൊക്കെ പാടുകൾ കട്ട പിടിച്ച് ആകെ കോലം കെട്ടുന്നു പെണ്ണ്. ഈ വേലത്തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം ഓളൊന്ന് കൊണ്ടുപോയി ഓളുടെ തൊപ്പയൊക്കെ ഒന്ന് വെട്ടി ഒരുക്കി ചന്തം കുട്ടിയാക്കാൻ വേണ്ടിയിട്ട്. പിങ്കൂസിന് നമ്മളൊരു കൂട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇതുണ്ട് നല്ല വലിപ്പമുള്ള ഒരു കൂട്. ഇത് ആരോ ഉപയോഗിച്ചൊരു കോഴിക്കൂടാണ്. നമ്മളത് ഒരു എന്താ പറയാ ലാഭത്തിൽ കിട്ടിയപ്പോ മേടിച്ച് നായക്കൂടാക്കി. കുഞ്ഞു കേറടാ കൂട്ടുകാരടാ. ഞാൻ ആരോട് പറയാന് ഓക്ക് കൂട്ടിക്കയറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഉള്ളിൽ കയറി മേലൊക്കെ കഴുകിയാണ്. എന്റെ ചുണ്ടിനുള്ള പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഈ പണ്ട് വയസ്സായവരൊക്കെ മുറുക്കിയിട്ട് ചുണ്ടിന് 2 തലക്കും പൊട്ടുമല്ലോ. ഒരു എന്താ വിടവ് വരുമല്ലോ അങ്ങനെ ഇടായിരുന്നു കേട്ടോ. സെബോളിങ് ക്രീമും ലിപ് ബാമും ഒക്കെ ഉപയോഗിച്ച് നോക്കി ഒരു ഭേദമല്ല. ഇപ്പൊ നല്ല ഭേദമുണ്ട്. വീഡിയോക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് കാളവേലയുടെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. തേന് തേച്ചിട്ടാണ് എന്റെ ചുണ്ടുള്ളിൽ കുറെ അങ്ങോട്ട് ഒതുങ്ങി കിട്ടിയത്. ഇത് വേലയുടെ അന്ന് രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ്.
എല്ലാരും കൂടി കൂടുമ്പോ സാധാരണ എന്റെ ചെറിയ അനിയത്തി വാവ ഉണ്ടാവില്ല. തവണ വാവയും അവളുടെ ഹസ്ബൻഡും ഉണ്ണിയോളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു. എന്റെ ഏട്ടൻ മാത്രം ഉണ്ടായിരുന്നില്ല, ചേച്ചിയുടെ ഹസ്ബൻഡ്. ബാക്കി എല്ലാരും കൂടി പിന്നെ വലിയമ്മ അച്ഛമ്മ ഇല്ല കേട്ടോ. പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഓലൊക്കെ. ഓൾക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ആക്കാച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ വേലക്ക് നമ്മുടെ ടൗണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വേലക്ക് ഉണ്ടല്ലോ, വീട്ടിൽ നമ്മള് ഇറച്ചിയും പായസം ഉണ്ടാക്കും. നോൺ വെജ് വേണമെന്ന് നിർബന്ധമാണ്. എന്റെ നാട്ടിലൊന്നും അങ്ങനെയല്ല. പൂരമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സദ്യയൊക്കെയാണ് ഉണ്ടാക്കുക. എനിക്ക് പക്ഷെ ഇഷ്ടം നമ്മുടെ ചെറുപ്പശ്ശേരിത്തെ സിസ്റ്റമാണ്, നോൺ വെജ് ഐറ്റംസ് ഉള്ള പൂരം. ബിരിയാണി നമ്മൾ ഓർഡർ ആക്കിട്ടോ. അതൊരു 10, 11, 12 മണിയാകുമ്പോഴത്തേക്കും എത്തി. ഓലെ എല്ലാരും വന്നിട്ടാണ് പായസം വെച്ചത്. ഞാൻ എല്ലാരും രാവിലെ തന്നെ വിളിച്ചായിരുന്നു, നേരത്തെ വരണേ. ഓലൊക്കെ കരുതിയിട്ടുണ്ടാവും നേരത്തെ വിളിച്ച് സൽക്കരിക്കാനാണ്. അതൊന്നും ആയിരുന്നില്ല. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് പരിപ്പ് പായസം ഉണ്ടാക്കിയത്. അപ്പൊ ഓലെ കൊണ്ട് പണിയിപ്പിക്കാനായിരുന്നു. എന്റെ മേപ്പിടും കിഴപ്പിട്ടുള്ള ഒറ്റങ്ങളല്ലേ, അങ്ങോട്ട് പണിയെടുത്ത് ചെറിഞ്ഞ് കയറിയാൽ നല്ല എന്താ പറയാ പട്ടാ പകലിൽ നമുക്ക് വേല പോണൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അയ്യപ്പൻകാവില് കാളകളെല്ലാം തൊഴുതിട്ടാണ് പുത്തനക്കാവിക്ക് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പകൽവെട്ടത്തിൽ കാളയൊക്കെ കാണാം. ശരിക്കും പറഞ്ഞ കാളയെ കാണാൻ നല്ല ഭംഗി ഇതുപോലെ രാത്രിയിലാണ്. ഫുൾ വെളിച്ചമായിട്ട് ഫുൾ ബൾബൊക്കെ ഇട്ടിട്ടാ. ഞാൻ അതിന്റെ ഇടയിൽ കാണിച്ചെന്താണെന്നറിയോ, എന്നിട്ട് കുട്ടികളെ ഈ ഐസ്ക്രീം ഒക്കെ വിൽക്കൂലേ, ഓല എന്നോട് ചോദിക്കുകയാണ്, ചേച്ചീനെ എവിടെ കണ്ടിട്ടുണ്ട്, ചേച്ചി ഇൻസ്റ്റാഗ്രാമിലുള്ള അങ്ങനെ ചോദിച്ചട്ടോ. തിരക്കിന്റെ ഇടയിൽ നല്ല അനുഭവങ്ങളും ഉണ്ടായിരുന്നു, ചെറിയ നന്നല്ലാത്ത അനുഭവങ്ങളും ഉണ്ടായി. വേറെ ഒന്നല്ല, ഇത്രയും ആൾക്കാരുള്ളതല്ലേ. ഇപ്പൊ ചിലരൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെടുത്ത് വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ, ചേച്ചിയുടെ പേര് ഇതല്ലേ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോയെ പറ്റിയൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഇഷ്ടമാന്നൊക്കെ പറയൂ കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. അതേപോലെ തന്നെ കുടിച്ചിട്ടോ കുടിക്കാതെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഓരിങ്ങനെ നമ്മുടെ പുറകെ ഇങ്ങനെ വേലയുടെ അന്നല്ല കേട്ടോ, അത് താലപ്പൊലിയുടെ അന്നായിരുന്നു. നമ്മളെ പുറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ടേ കേക്കത്തൊക്കെ വണ്ണം ഇങ്ങനെ വീഡിയോ കൊള്ളൂല നന്നല്ല അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ വെറുപ്പിക്കൂലേ, ആ രീതിയിലേക്ക് നമ്മളതിനെ ഇങ്ങനെ ഇതാക്കിയായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞ ഏട്ടനൊന്നും കേട്ടിട്ടില്ല. കേട്ടാലും കുഴപ്പമില്ല, നമുക്ക് മൈൻഡ് ആക്കാണ്ട് പോവാ. പക്ഷെ ഓരിങ്ങനെ ഒരു അടി ഉണ്ടാക്കാനുള്ള ലെവലിക്ക് നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു കണ്ടപ്പോ പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ ഞങ്ങൾ മാറി. നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടണ്ടല്ലോ. ഓൾക്ക് വേറെ ഒരു പണിയില്ല, ഓൾ ഇതിനായിട്ട് നടക്കണവരാവും. നമ്മൾ അതിനായിട്ട് നടക്കണവരല്ലോ. മാക്സിമം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് പറഞ്ഞത്, ഞാനും അച്ഛസും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. എന്താ വെച്ചാൽ ചെറിയ ചക്കന്മാരാ, വലിയ പ്രായമൊന്നുമില്ല, നല്ലോണം കുടിച്ചുള്ള പോലത്തെ നടത്തൊക്കെ ആണെങ്കിൽ കുടിക്കാണ്ട് ബോധത്തിലാണ് പറഞ്ഞെങ്കിലും വിഷമമൊന്നുമില്ല. ഒരു കാര്യത്തിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മളതിനെ അല്ലാത്ത രീതിയിൽ ഇതാക്കുന്നവരും ഉണ്ടാവും. അത് സഹജമാണ്. പക്ഷെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അല്ലേ. ഇത്രയും തിരക്കും കൂട്ടവും ഒക്കെയാണ്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് അവരാരെയും വീഡിയോ പോലും എടുക്കുന്നില്ല. നമ്മൾ നമ്മളുടേതായ ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് അതൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ് അല്ലെ. അതൊക്കെ അതിന്റെ ഒരു ഓളത്തിൽ അങ്ങനെ പോയിട്ടോ. നമ്മുടെ നാടല്ലേ, നമുക്കൊരാവശ്യം വന്നാലും വിളിച്ചാലും ഒക്കെ ഓടി വരാൻ ഒത്തിരി പേരുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ ചുറ്റുണ്ടെന്ന് കരുതിയിട്ട് എവിടെയും പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. നമ്മള് നമ്മുടെ നാട്ടില് നമ്മൾ സന്തോഷമായി എൻജോയ് ചെയ്ത് നടക്കുക. എവിടെ നിന്നൊക്കെയോ വന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോണു, ആ രീതിക്ക് ഞാൻ അതിനെ എടുത്തുള്ളൂ. അവിടെ തട്ടൂലാലോ. തട്ടിക്കഴിഞ്ഞാലല്ലേ പിന്നെ ബാക്കി കാര്യം നോക്കണ്ടുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങളും ഈ തിരക്കിന്റെ ഇടയിൽ ഉണ്ടായിന്ന പറഞ്ഞു വരണത്. ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മളെ വീട്ടിൽ കിട്ടോ. അപ്പൊ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ പോയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരാണ്ടായത്. എന്നിട്ട് നമ്മള് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീണ്ടും നല്ല ലേറ്റ് ആയത്. 2 മണി 2:30 ആയിരുന്നു അന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് അവസാന ഘട്ടം കേട്ടോ. എന്ന് വെച്ചാ എല്ലാ കാളകളും അയ്യപ്പൻകാവിന്ന് തിരിച്ചു വരുമല്ലോ. അങ്ങനെ വന്നിട്ട് നമ്മുടെ പുത്തനക്കാവ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഭഗവതിയുടെ അടുത്ത് തൊഴുവാണ്. അങ്ങനെയാണ് കാളെ ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വേലത്തിരക്കെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് താലപ്പൊലി ഉണ്ടായിരുന്നത്, നമ്മുടെ ആനപ്പൂരം. അപ്പൊ അതിന് ഞാനും ഏട്ടനും ഉണ്ണിയോളം തന്നെ ഉള്ളൂ. ബാക്കി എല്ലാരും രാവിലെ തന്നെ അവനവന്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. എല്ലാവർക്കും സ്കൂളും ജോലിയും ഒക്കെ ഉള്ളതല്ലേ. കുറെ പറഞ്ഞു നിൽക്കാനായിട്ട് ആർക്കും ഒഴിവില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കാളവേലയാണ് കേട്ടോ. അതാവുമ്പോ നമുക്ക് ധൈര്യമാണ്. കാള ഒന്നും കാട്ടൂലാലോ, കാളക്കിട്ടൊരു കുഴപ്പമുണ്ടാവൂല. എത്ര നേരം വേണമെങ്കിൽ റോട്ടിൽ കൂടെ നടക്കാ നിക്കാ. പക്ഷെ ആനപ്പൂരൊക്കെ ഒരു കുഞ്ഞു ടെൻഷനാ. എന്താന്ന് വെച്ചാ ഐറ്റങ്ങൾ ഈ ജീവുള്ള ജന്തുക്കളല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ കൊട്ടും മേളം എല്ലാം കൂടി കേൾക്കുമ്പോ മനുഷ്യന്മാർക്ക് തന്നെ ഈ ചൂടും പുകയിൽ എന്തൊക്കെ തോന്നുകയെന്ന് പറയാൻ പറ്റൂല. അപ്പൊക്ക് ആനകളൊക്കെ ഒരു ഇത്തിരി പേടിയുണ്ട്. അതുകൊണ്ട് ഈ താലപ്പൊലിയുടെ അന്ന് അമ്പലത്തിന്റെ ആയിക്കൂടെ ഒരു മിന്നായം പോലെ ഞാനും ഏട്ടനും ഉണ്ണിയോളും കൂടി നടക്കുകയുള്ളൂ. ആനകളെ കുറെ നേരം നോക്കിക്ക് ടെൻഷനാ. കാണാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാൽ അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ കാരണം കൊണ്ട്. അപ്പൊ നമ്മള് ആനപ്പൂരത്തിന്റെ ആയിക്കോടേക്ക് ഒന്നങ്ങോട്ട് തൽക്കാലം മുഖമൊക്കെ ഒന്ന് കാണിച്ചില്ല എന്ന് പറഞ്ഞു പോയി. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉള്ളു വലിഞ്ഞു കേട്ടോ. എനിക്ക് പേടിയുള്ള കാരണം കൊണ്ട് അച്ഛനും അധികം
അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അവരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഓർക്ക് പിന്നെ പേടിയൊന്നും വെച്ചിട്ടില്ലല്ലോ. ആനയുടെ അടുത്ത് പോയി വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചൂസ് ഉണ്ട് ചോദിക്കണം, അമ്മ ഇതും പുത്തനക്കാവിലെ അമ്പലം തന്നെയാണോ, വേറെ അമ്പലം പോലെ ഉണ്ട്. അത്രയും ലൈറ്റ് ഒക്കെ ആയിട്ട് വേറെ തന്നെ തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ അച്ചൂസിന്റെ ഡാൻസ് കാണിക്കേ വേലയുടെ അന്നത്തെയാണ് കേട്ടോ അത്. മക്കൾക്കൊന്നും വേല പൂതി മാറിയിട്ടില്ല. ഇനിയിപ്പൊ അടുത്തല്ല ഉണ്ട് അമ്മേ നമ്മുടെ നാട്ടില് വേല വരണമെങ്കിൽ പൂരം വരണമെങ്കിൽ എന്നൊക്കെയാണ് അച്ഛസും ആദ്യം പറയുന്നത് കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ, നമ്മളെ നാട്ടിലൊരു കാര്യം ഉണ്ടാവുമ്പോ നമുക്ക് വലിയ പൊലിവാവൂലെ. ഞാനിങ്ങനെ ഓർക്കാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്ത് സുഖമാണ്, അവർക്ക് എന്തോരം ഫ്രീഡാണ് അല്ലേ. എന്ന് വെച്ചാൽ ഈ കാളയുടെയും കൊട്ടും മേളവും അതിന്റെ ഒക്കെ കൂടെ ഡാൻസ് കളിക്കുക, തുള്ളിച്ചാടി നടക്കുക. ഒപ്പം അവരുടെ രക്ഷിതാക്കളും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് രാത്രിയാകുമ്പോ പൂരത്തിനും താല്പിക്കും കൊണ്ടുപോയേ ചെയ്യില്ല കേട്ടോ. അത് അന്തക്കാലം. ഇന്റെ കാലത്തിലൊക്കെ ആയിരുന്നെങ്കിൽ അല്ല, നമ്മളെ വീട്ടുകാരും കുറച്ച് അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ നന്നായേനെ. ഇല്ലെങ്കിൽ ഏത് കാലത്തായാലും നമ്മളെ അവസ്ഥ ഒരേപോലെ തന്നെയാവും കേട്ടോ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ നമുക്ക് ഇനി പിന്നെ നോക്കാല്ലേ. ഇപ്പൊ കിട്ടിയ ഫ്രീഡവും സന്തോഷവും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുക, അത്ര തന്നെ. സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, എന്റെ പുത്തനക്കാവിലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ വേലയേക്കാൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ അഭിവൃദ്ധിയും മാറ്റങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വേലയ്ക്ക്. ഇനി അടുത്ത വർഷവും അതുപോലെ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഒത്തിരി നല്ല മാറ്റങ്ങളെല്ലാം ഭഗവതി അനുഗ്രഹിച്ച് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണുന്നവരത്തേക്കും ടാറ്റ ബൈ ബൈ.